ഫെബ്രുവരി 17 മേരിദാസന്മാർ. 13-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരം രാഷ്ട്രീയ സംഘർഷങ്ങളാൽ കലങ്ങിമറിഞ്ഞ ഒരു സ്ഥിതിയിലായിരുന്നു. അതിനോടൊപ്പം കത്താരി പാഷാണ്ഡത അവിടെ ആത്മീയനാശം വിതച്ചുകൊണ്ടിരുന്നു. നന്മയ്ക്കും തിന്മയ്ക്കും ഓരോ വ്യത്യസ്തമായ സൃഷ്ടാവുണ്ടായിരുന്നുവെന്ന് കത്താരി പാഷാണ്ഡകരുടെ സിദ്ധാന്തം. അതോടെ ജനങ്ങളുടെ ധാർമ്മിക നിലവാരം തകർന്ന് അധംപതനത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തുക മാത്രമല്ല, മതത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ട് നിർജീവമായ ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകുകയും ചെയ്തു. അക്കാലത്ത് തന്നെ നന്മയുടെ ഒരു തുരുത്തുപോലെ ഫ്ലോറൻസിൽ മേരിയുടെ സ്തുതിപ്പാട്ടുകൾ എന്ന ഒരു സഹോദര കൂട്ടായ്മ നിലനിന്നിരുന്നു. 1233 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിവസം ഈ സൗഹൃദ സമൂഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന 7 പേരോട് ഏകാന്ത ജീവിതത്തിലേക്ക് പിന്മാറുവാൻ ആവശ്യപ്പെട്ടു. ബോൺഫീലിയൂസ്, ബോണായുംത, അമിദേവൂസ്, ഹ്യൂഗ്, മനേത്തൂസ്, സൊസ്തേവൂസ്, അലക്സിയൂസ് എന്നിങ്ങനെ 7 പ്രഭു കുടുംബാംഗങ്ങളായിരുന്നു അവർ. അവരിൽ 2 പേർ വിവാഹിതരായിരുന്നു. 2 പേരുടെ ഭാര്യമാർ മരണമടഞ്ഞിരുന്നു. ബാക്കി 3 പേർ അവിവാഹിതരായിരുന്നു. ഉടനെ തന്നെ അവർ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ആശ്രിതർക്ക് വേണ്ട കരുതലുകൾ കണ്ടെത്തുകയും ചെയ്തതിനു ശേഷം 7 പേരും ഏകാന്തതയിലേക്ക് പിന്മാറി. ആദ്യത്തെ ആശ്രമം ഫ്ലോറൻസിനടുത്തുള്ള ലാക്മാർസിയ എന്ന സ്ഥലത്തായിരുന്നു. പിന്നീട് നഗരത്തിൽ നിന്ന് വളരെ അകന്ന് വടക്കുമാറി മൊന്തേ സെനാറിയോ എന്ന വിജന സ്ഥലത്ത് ഒരു ആശ്രമമുണ്ടാക്കി അങ്ങോട്ട് താമസം മാറി. അവിടെയും പരിശുദ്ധ അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരു കറുത്ത സന്യാസ വസ്ത്രം അവർക്ക് കാണിച്ചു കൊടുത്തു. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ പരിത്യക്തയായി താൻ അനുഭവിച്ച ഏകാന്തതയുടെയും ദുഃഖത്തിൻ്റെയും ഓർമ്മയ്ക്കായി അവർ ആ വസ്ത്രം ധരിക്കണമെന്ന് പരിശുദ്ധ അമ്മ അവരോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ പരിശുദ്ധ മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ 7 പേരും കൂടെ തുടങ്ങിയതാണ് പരിശുദ്ധ മേരിയുടെ ദാസന്മാർ എന്ന സന്യാസ സഭ. 5-ാം മാർട്ടിൻ മാർപ്പാപ്പ ഈ സന്യാസ സഭയ്ക്ക് 5-ാമത്തെ ഭിക്ഷാടന സഭയെന്ന് പേരു നൽകി. വിശുദ്ധ അഗസ്ത്യേനോസിൻ്റെ നിയമാവലി അനുസരിച്ചായിരുന്നു അവർ ജീവിതം ക്രമപ്പെടുത്തിയിരുന്നത്. 1249 ഈ സഭയ്ക്ക് മാർപ്പാപ്പ അംഗീകാരം കൊടുത്തുവെങ്കിലും 1277 സഭ നിർത്തലാക്കപ്പെട്ടു. പിന്നീട് 1304 സ്ഥിരമായി അംഗീകാരം ലഭിച്ചു. ബെനഡിക്ട് 11-ാം മാർപ്പാപ്പ ഈ സഭയ്ക്ക് സ്ഥിരമായ അംഗീകാരം കൊടുക്കുമ്പോൾ അന്ന് ജീവിച്ചിരുന്ന അലക്സിസ് ഫൽക്കോനേറി എന്ന സഹോദരൻ മാത്രമായിരുന്നു. സഭാസ്ഥാപകരിൽ ബാക്കി എല്ലാവരും ചർമ്മമടഞ്ഞിരുന്നു. അദ്ദേഹം 1310 ഫെബ്രുവരി 17 ദിവംഗതനായത്. 7 പേരുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ ഇന്ന് മൊന്തേ സെനാറിയോ 7 വിശുദ്ധ സ്ഥാപകരുടെ പള്ളിയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. 1888 13-ാം ലേയോ മാർപ്പാപ്പ 7 പേരെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഈ സഭയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. ഫ്രാൻസിലും സ്പെയിനിലും ഇറ്റലിയിലും ജർമ്മനിയിലുമായി 100 ആശ്രമങ്ങൾ മേരിദാസന്മാർക്ക് 1285 ഉണ്ടായി. അന്ന് മേരിദാസന്മാരുടെ എണ്ണം 10,000-ലെത്തിയിരുന്നു. 1867 ഇംഗ്ലണ്ടിലും 1870 അമേരിക്കയിലും അവർ ആശ്രമങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യയിലും അവർക്ക് സ്ഥാപനങ്ങളുണ്ട്. ആഘോഷമായ വ്രതങ്ങൾ എടുക്കുന്ന മേരിദാസന്മാരുടെ പ്രത്യക്ത ഭക്തി പരിശുദ്ധ അമ്മയുടെ 7
വ്യാകുലങ്ങളോടാണ്. ഏകാന്ത സന്യാസ ജീവിതം നയിക്കുന്ന മേരി ദാസികളുടെ ഒരു സന്യാസ സമൂഹം 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം നിലവിൽ വന്നു. അതിന് രണ്ടാം സഭയെന്നാണ് പേര് ലഭിച്ചിരിക്കുന്നത്. ഇനിയും പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സജീവമായ സേവനങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു മൂന്നാം സഭ ജൂലിയാന ഫൽക്കോനിയറി എന്ന പരിശുദ്ധ സ്ഥാപിച്ചിട്ടുണ്ട്. വിചിന്തനം: നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പരിശുദ്ധ മേരിയുടെ സംരക്ഷണത്താൽ മുദ്രിതമാണ്. മേരിയുടെ മക്കളാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അമ്മയാകുവാൻ അവൾ അത്യധികം ഉത്കണ്ഠാകുലയാണ്. വിശുദ്ധ വിൻസെൻ്റ് പോൾ.